ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 4-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. എല്ലാം ഞാൻ പറയാം. ഇന്നലെ രാത്രി കൃത്യമായി എപ്പോഴാണ് അവനെ നിങ്ങൾ എയർപോർട്ടിലാക്കിയത്? അത് ഇന്നലെ രാത്രി നമ്മുടെ കാദറിൻ്റെ മകൻ്റെ നിക്കാഹായിരുന്നു. ഞാനും വൈഫും എൻ്റെ മോളും രാത്രിയിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ഫൈസലും ഞങ്ങൾക്കൊപ്പം അവിടെ ഉണ്ടായിരുന്നു. രാത്രിയിൽ ഫൈസലിനെ എയർപോർട്ടിലാക്കി നേരെ വീട്ടിലേക്ക് മടങ്ങാനായിരുന്നു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ ചടങ്ങിനിടയിൽ മോൾക്ക് പെട്ടെന്നൊരു കടുത്ത തലവേദന. അവൾക്ക് വല്ലാതെ വയ്യാണ്ടായപ്പോൾ ഞാൻ ആദ്യം ഇവരെ രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. പിന്നെ ഒരു രാത്രി 9 മണിയോടെ ഫൈസലിനെ കൂട്ടി ഞാൻ എയർപോർട്ടിലേക്ക് പോയി. ജമാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർത്തെടുത്ത് പറഞ്ഞു. അതിനുശേഷം പിന്നെ എപ്പോഴാണ് നിങ്ങൾ തിരികെ വീട്ടിലെത്തിയത്? സുഗുവിൻ്റെ ചോദ്യങ്ങൾ ഒരു മൂർച്ചയുള്ള അമ്പ് പോലെ ജമാലിന് നേരെ നീണ്ടു. ഞാൻ എയർപോർട്ടിൽ നിന്നും നേരെ വീട്ടിലേക്കല്ല പോയത് സാറേ. ഖാദറിൻ്റെ വീട്ടിൽ ബാക്കി ചടങ്ങുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പുലർച്ചെയാണ് തിരികെ എത്തിയത്. ഫൈസൽ എവിടേക്കാണ് പോയത്? അവിടെ എത്തിയിട്ട് അവൻ നിങ്ങളെ വിളിച്ചിരുന്നോ? അവൻ ദുബായിലേക്കാണ് സാറേ പോയത്. ഇന്ന് പുലർച്ചെ അവിടെ ലാൻഡ് ചെയ്ത ശേഷം അവൻ എന്നെ 2 തവണ വിളിച്ചിരുന്നു. ഞാനപ്പോഴും ഖാദറിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അവൻ്റെ ഫോണിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അവിടെയുള്ള സിയാദിൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. സാറെന്താ ഫൈസലിനെ അന്വേഷിക്കുന്നത്? ജമാലിൻ്റെ മനസ്സിലെ സംശയവും ഭയവും ഇരട്ടിച്ചു. ആരാണ് ഈ സിയാദ്? അയാളും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? സിയാദ് അവൻ എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ മോനാ. ദുബായിൽ അവനോടൊപ്പമാണ് ഫൈസൽ നിൽക്കുന്നത്. അവിടേക്കാണ് ഫൈസൽ പോയിട്ടുള്ളതും. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സുഗുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. കണ്ണുകൾ ചെറുതായി. ചിന്തകളുടെ ഒരു വലിയ ചുഴി അയാളുടെ മനസ്സിൽ രൂപപ്പെട്ടു. ഫൈസലിനെ രാത്രി 9 മണിക്ക് എയർപോർട്ടിലാക്കിയെന്ന് ജമാൽ ഉറപ്പിച്ച് പറയുന്നു. എന്നാൽ ആ കൊലപാതകം നടന്നത് പുലർച്ചെ 3 മണിക്കാണ്. ആ ആഡംബര വാച്ച് കണ്ടെത്തിയതാകട്ടെ മരിച്ച കുട്ടിയുടെ മുറിയിലെ ബെഡിനടിയിൽ നിന്നും. അതും കൊലപാതക ദൃശ്യങ്ങൾ പതിഞ്ഞ വീഡിയോയിൽ പ്രതിയുടെ കൈകളിൽ നിന്നും തറയിലേക്ക് വീഴുന്നത് കൃത്യമായി കണ്ടതാണ്. ഇത് വെറും ഒരു യാദൃശ്ചികതയല്ല. ഒന്നുകിൽ ഫൈസൽ എയർപോർട്ടിൽ നിന്ന് ആരും അറിയാതെ തിരിച്ചെത്തി, അല്ലെങ്കിൽ ഫൈസലിൻ്റെ ഈ വാച്ച് ധരിച്ച് മറ്റാരോ ആണ് ആ സമയത്ത് ഈ മുറിയിൽ കയറിയത്. ജമാലിക്ക, ഈ വാച്ച് നിങ്ങളുടെ മകളുടെ മുറിയിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. കൃത്യമായി പറഞ്ഞാൽ മരണം സംഭവിച്ച സമയത്ത് ആ മുറിയിലുണ്ടായിരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് താഴെ വീണതാണിത്. സുഗു മെല്ലെ എന്നാൽ കൃത്യമായ സൂചന നൽകും വിധം ആ ബോംബ് പൊട്ടിച്ചു. അത് കേട്ടതും ജമാലിൻ്റെ മുഖം വിളറി വെളുത്തു. ഭയം കൊണ്ട് ശ്വാസമെടുക്കാൻ മറന്നതുപോലെ അയാൾ പിന്നിലേക്ക് 1-2 തവണ ചുവടുകൾ വെച്ചു. അതൊരിക്കലും നടക്കില്ല സാർ. അത് അസംഭവ്യമാണ്. അവന് നമ്മുടെ പാച്ചുവിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അവനെ ഞാൻ എയർപോർട്ടിലാക്കി ഫ്ലൈറ്റ് കയറ്റി വിട്ടതാണ്. അപ്പോൾ പിന്നെ അവൻ എങ്ങനെ? സാറേ, വേറെ ആരെങ്കിലും? അയാളുടെ വാക്കുകൾ വിറച്ചു നിന്നു. അതൊന്നും എനിക്കറിയില്ല ജമാൽ. എല്ലാത്തിനും ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സിയാദിൻ്റെ എല്ലാ വിവരങ്ങളും എനിക്ക് ഉടൻ വേണം. ഫൈസൽ ഇന്ന് പുലർച്ചെ വിളിച്ച ആ ഫോൺ നമ്പറും വേണം. ഇതൊരു സാധാരണ മരണമല്ല ജമാലിക്ക. എ ക്ലിയർ കേസ് ഓഫ് പ്രീ പ്ലാൻ മർഡർ ആണ്. ഇപ്പോൾ ഞങ്ങൾക്ക് മുൻപിലുള്ള പ്രതി ഫൈസലാണ്, അതായത് ഈ വാച്ചിൻ്റെ ഉടമ. സുഗുവിൻ്റെ വാക്കുകൾ കേട്ട് ജമാൽ വല്ലാത്തൊരു ഞെട്ടലോടെ നെഞ്ചിൽ കൈവച്ച് സോഫയിലേക്ക് ഊർന്നിരുന്നു. നമുക്ക് സമയം കളയാനില്ല. എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് ഫൈസലാണ്. ഭൂമിയുടെ ഏത് കോണിലാണെങ്കിലും അവനെ പൊക്കണം. ഉറച്ച സ്വരത്തിൽ അത് പറഞ്ഞുകൊണ്ട് സുഗു തിരിഞ്ഞ് ഗോവണിപ്പടികൾ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു ചോദ്യം മാത്രം ബാക്കിയായി. ഫൈസൽ ദുബായിലുണ്ടെങ്കിൽ പുലർച്ചെ 3 മണിക്ക് ആ മുറിയിൽ മഴക്കോട്ടിട്ട് വന്ന നിഴൽ രൂപം ആരാണ്? ഫൈസലിൻ്റെ വാച്ച് എങ്ങനെ അവിടെ എത്തി? എന്നാൽ പടവുകൾ പാതി കയറിയ സുഗുവിൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ബുദ്ധി മിന്നിമറഞ്ഞു. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് ജമാലിനോട് പറഞ്ഞു, ജമാൽ, ഇപ്പോൾ തന്നെ ഒന്നുകൂടി സിയാദിൻ്റെ ഫോണിലേക്ക് വിളിക്ക്. എനിക്ക് ഫൈസലിനോട് ചില കാര്യങ്ങൾ അടിയന്തരമായി ചോദിച്ചറിയാനുണ്ട്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. എന്തെങ്കിലും സംഭവിച്ചതായോ ഇവിടെ അവൻ്റെ വാച്ച് കണ്ടെത്തിയ വിവരമോ ഒന്നും അവനോട് പറയരുത്. അവന് യാതൊരു സംശയവും ഉണ്ടാകരുത്. സുഗു കാര്യങ്ങളുടെ ആഴത്തെയും വരാനിരിക്കുന്ന കോംപ്ലിക്കേഷൻസിനെയും പറ്റി ചിന്തിച്ചുകൊണ്ട് വളരെ ശബ്ദം കുറച്ച് പറഞ്ഞു. സുഗുവിൻ്റെ നിർദ്ദേശം കേട്ടതും ജമാൽ വിറയ്ക്കുന്ന കൈകളോടെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. നെഞ്ചിടിപ്പോടെ സിയാദിൻ്റെ ദുബായ് നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അയാളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയതും ശബ്ദമുണ്ടാക്കരുതെന്ന് ചുറ്റുമുള്ളവർക്ക് കൈകൊണ്ട് ആംഗ്യം കാണിച്ച ശേഷം
ഫോൺ സ്പീക്കറിലിടാൻ സുഗു ജമാലിനോട് ആവശ്യപ്പെട്ടു. മുറിയിൽ കനത്ത നിശബ്ദത പടർന്നു. രണ്ടാമത്തെ റിങ്ങിൽ തന്നെ മറുതലക്കൽ കോൾ കണക്റ്റായി. മാമ, ഞാൻ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. അവിടെ മറുപടിയൊന്നും കാണാത്തതുകൊണ്ട് മാമനും മാമിയും ഉറങ്ങിപ്പോയി കാണുമെന്ന് കരുതി. അതാ പിന്നെ ഞാൻ വിളിക്കാഞ്ഞത്. ഫോൺ എടുത്ത നിമിഷം തന്നെ ഫൈസലിൻ്റെ തികച്ചും സ്വാഭാവികമായ ശബ്ദം സ്പീക്കറിലൂടെ പുറത്തേക്ക് വന്നു. ഒരു പരിഭ്രാന്തിയോ ഭയമോ ആ സ്വരത്തിൽ എവിടെയും നെള്ളിച്ചിരുന്നില്ല. ജമാൽ സുഗുവിൻ്റെ മുഖത്തേക്ക് നോക്കി. സുഗു കണ്ണുകൾ കൊണ്ട് സംസാരിക്കാൻ ആംഗ്യം കാണിച്ചു. അത് സാരമില്ല മോനെ. നീ എപ്പോഴാണ് അവിടെ എത്തിയത്? നിൻ്റെ ഫോൺ എവിടെ? അതെന്താ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നത്? എന്താ ഉണ്ടായേ? സുഗു പറഞ്ഞതുപോലെ ഉള്ളിലെ സങ്കടക്കടൽ ഒതുക്കിപ്പിടിച്ച് വളരെ ശാന്തതയോടെ ജമാൽ ചോദിച്ചു. മാമ, ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞത് മാമൻ മറന്നുപോയോ? ഞാൻ ഇന്ന് പുലർച്ചയോടെ തന്നെ ഇവിടെ എത്തി. എയർപോർട്ടിൽ വന്നിറങ്ങി ബാഗ് പരിശോധിച്ചപ്പോഴാണ് എൻ്റെ ഫോൺ കയ്യിലില്ലെന്ന് എനിക്ക് മനസ്സിലായത്. ഞാനത് എവിടെയോ മറന്നു വെച്ചു മാമ. ഒന്ന് നോക്കണേ. ചിലപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ പോയ കാതിർക്കയുടെ വീട്ടിൽ എവിടെയെങ്കിലും വീണു പോയതായിരിക്കും. അല്ലെങ്കിൽ കുഞ്ഞിയോടൊന്ന് ചോദിച്ചു നോക്കൂ അതെവിടെയാണെന്ന്. എനിക്കതൊരു പിടിയും കിട്ടുന്നില്ല. മറുതലയ്ക്കിൽ നിന്ന് ഫൈസൽ അത് പറയുമ്പോൾ സുഗുവിൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. ഫൈസലിൻ്റെ ആ വാക്കുകളെല്ലാം അതീവ ശ്രദ്ധയോടെ കേട്ടിരുന്ന സുഗുവിന് വല്ലാത്തൊരു അതിശയവും ഒപ്പം വലിയൊരു സംശയവുമാണ് തോന്നിയത്. ഫോൺ മാത്രമല്ല, അവൻ്റെ വാച്ചും ആ മുറിയിലുണ്ട്. അവൻ തികച്ചും നിഷ്കളങ്കനായി സംസാരിക്കുകയാണോ അതോ പോലീസിനെ തെറ്റായ വഴിയിലേക്ക് തിരിച്ചുവിടാൻ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് അഭിനയിക്കുകയാണോ? ഫൈസൽ ശരിക്കും ദുബായിൽ തന്നെ ഉണ്ടോ? അതോ എയർപോർട്ടിൽ നിന്ന് ആരും അറിയാതെ തിരിച്ചു വന്ന് ഈ കൊലപാതകം നടത്തി വീണ്ടും രക്ഷപ്പെട്ടതാണോ? സുഗുവിൻ്റെ മനസ്സ് ദ്രുതഗതിയിൽ ചലിക്കാൻ തുടങ്ങി. കളി തങ്ങൾ വിചാരിച്ചതിലും വലിയൊരു കെണിയാണെന്ന് അയാൾക്ക് ബോധ്യമായി. ഒരുപക്ഷെ ആസൂത്രിതമായൊരു വലിയ ചതിക്കുഴിയുടെ തുടക്കമാവാം ഇത്. മോനെ, നീ എന്താ ഇപ്പോൾ സിയാദിൻ്റെ റൂമിൽ? സുഗു തൻ്റെ ഡയറിത്താളിൽ വേഗത്തിൽ എഴുതി കൊടുത്ത ചോദ്യം നോക്കി ഉള്ളിലെ പരിഭ്രാന്തി പുറത്തു കാട്ടാതെ ജമാൽ അടുത്ത ചോദ്യം എറിഞ്ഞു. അത് മാമ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴാണ് ഫോൺ നഷ്ടപ്പെട്ട കാര്യം ഞാൻ അറിഞ്ഞത്. നേരെ പോയാൽ എൻ്റെ വിവരമൊന്നും അറിയാതെ നിങ്ങൾ പേടിക്കില്ലേ? അതുകൊണ്ട് എയർപോർട്ടിൽ വെച്ച് സിയാദിക്കെ കണ്ടപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ പോന്നതാ. മറുതലക്കിൽ നിന്ന് ഫൈസൽ വളരെ ലാഘവത്തോടെ മറുപടി നൽകി. നീ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം സിയാദിന് മുൻകൂട്ടി അറിയാമായിരുന്നോ? സുഗുവിൻ്റെ അടുത്ത ചോദ്യം ജമാൽ ചോദിച്ചു. ഇല്ല മാമ, പുള്ളി എങ്ങനെ അറിയാൻ? ഇക്കയെ ഞാൻ എയർപോർട്ടിൽ വെച്ച് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടത്. ഇക്കയുടെ ഏതോ ഫ്രണ്ടിനെ നാട്ടിലേക്ക് വിടാൻ വേണ്ടി എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വന്നതായിരുന്നു പുള്ളി. എൻ്റെ ഭാഗ്യം. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ സിയാദിക്കയുടെ റൂമിലേക്ക് പോന്നു. ഇപ്പോൾ ഇതാ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അതുകൊണ്ട് സിയാദിക്കയ്ക്കും ലീവാ. പുള്ളിയും റൂമിലുണ്ട്. ഞാൻ ഇക്കയ്ക്ക് ഫോൺ കൊടുക്കാവേ. അത്രയും പറഞ്ഞുകൊണ്ട് ഫൈസൽ ഫോൺ സിയാദിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. സ്പീക്കറിലൂടെ പുറത്തു വന്ന സംഭാഷണം മുഴുവൻ കേട്ടുകൊണ്ടിരുന്ന സുഗുവിൻ്റെ നെറ്റി ചൊളിഞ്ഞു. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കാണല്ലോ നീങ്ങുന്നത്. വീഡിയോയിൽ കണ്ടതനുസരിച്ച് ആ വാച്ച് ഫൈസലിൻ്റേതാണ്. അങ്ങനെയെങ്കിൽ ഫൈസലാണ് ആ ക്രൂരമായ കൊലപാതകം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഒരാൾക്ക് ഒരേ സമയം 2 സ്ഥലങ്ങളിൽ എങ്ങനെ ഉണ്ടാകാൻ സാധിക്കും? സുഗുവിൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ പുകഞ്ഞു. ഹലോ ജമാലിക്ക, ഇക്കയുടെ പാച്ചു ഇവിടെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പേടിക്കണ്ട. അവൻ്റെ ഫോൺ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. സാരമില്ല, നാളെ എവിടുന്നെങ്കിലും ഒരു പുതിയ ഫോൺ സംഘടിപ്പിച്ച് അവനെ അവൻ്റെ റൂമിൽ കൊണ്ടാക്കിക്കൊള്ളാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇക്ക വിഷമിക്കണ്ട. ഫോണിൽ നിന്ന് സിയാദിൻ്റെ തികച്ചും ശാന്തമായ സ്വരം പുറത്തേക്ക് വന്നു. അപ്പുറത്ത് സംസാരിക്കുന്നത് കൊലയാളിയുടെ കൂട്ടാളിയാണോ അതോ ഒന്നും അറിയാത്തൊരു പാവമാണോ എന്ന് വേർതിരിച്ചറിയാൻ സുഗുവിന് കഴിഞ്ഞില്ല. അയാൾ ഒട്ടും സമയം കളയാതെ അടുത്ത ഡയലോഗ് ഡയറിയിൽ കുറിച്ചു. എടാ സിയാദേ, ഇവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അയാൾക്ക് നിന്നോടെന്തോ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. എന്തോ വിസയുടെ കാര്യമാണ്. ഞാൻ ഫോൺ അയാൾക്ക് കൊടുക്കട്ടെ? സുഗു എഴുതി കൊടുത്തത് അതേപടി വായിച്ചുകൊണ്ട് ജമാൽ ചോദിച്ചു. കൊടുത്തോളൂ മാമ. പറ്റാവുന്ന ഹെൽപ്പൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാം. സിയാദ് മറുപടി നൽകി. ജമാൽ വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ സുഗുവിന് നേരെ നീട്ടി. സുഗു ആ ഫോൺ വാങ്ങി സ്പീക്കർ ഓഫ് ചെയ്ത് തൻ്റെ ചെവിയോട് ചേർത്തു. ഹാളിലെ മുഴുവൻ കണ്ണുകളും ശ്വാസം അടക്കി പിടിച്ച് സുഗുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. സുഗു തൊണ്ടയൊന്നനക്കി തൻ്റെ സ്വരം മാറ്റി തികച്ചും ശാന്തമായി ചോദിച്ചു. ഹലോ സിയാദ്, ഞാൻ സുഗു, ജമാലിക്കയുടെ ഫ്രണ്ടാണ്. ഒരു അത്യാവശ്യ കാര്യം ചോദിക്കാനാണ്. നീ ഇപ്പോൾ ഫൈസലിനൊപ്പം ദുബായിലെ നിൻ്റെ റൂമിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അതെ സാർ, ഞങ്ങൾ രണ്ടുപേരും ഇതാ ഇവിടെ ഒരുമിച്ചുണ്ട്. എന്താ സാർ? സുഗുവിൻ്റെ ചുണ്ടിൽ ഒരു കൗശലക്കാരനായ വേട്ടക്കാരൻ്റെ ചിരി വിരിഞ്ഞു. അയാൾ തൻ്റെ അടുത്ത ചോദ്യം വളരെ സാവധാനം എന്നാൽ മൂർച്ചയോടെ എറിഞ്ഞു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.